ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡോണറ്റ്സ് ആണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് ഡോണറ്റ്സ്. ഷുഗർ ഡോണറ്റ്സ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റ്സ് ആണിത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ഡോണറ്റ്സ് അല്ല ഇത്. ഡോണറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. 375 ഗ്രാം ആണത്. ഉപ്പ് 1/2 ടീസ്പൂൺ, 3 ഗ്രാം ഉപ്പാണ്. ഉപ്പും മൈദയും കൂടെ ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ബൗളിൻ്റെ നടുക്കുന്ന കുറച്ച് മൈദ എടുത്ത് മുകളിലേക്ക് മാറ്റി വയ്ക്കണം. മുക്കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിന് പകരം പാല് ഉപയോഗിക്കാം. ചെറിയ ചൂടുള്ള പാല്. ഈസ്റ്റ് 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 3 ഗ്രാം ഈസ്റ്റാണ്. പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, 45 ഗ്രാം ഉണ്ടാവും. പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ, 15 ഗ്രാമാണ്. ഞാനിവിടെ വെള്ളം ചേർത്തുകൊണ്ടാണ് പാൽപ്പൊടി ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളത്തിന് പകരം ചെറിയ ചൂടുള്ള പാലാണ് ചേർക്കുന്നതെങ്കിൽ പാൽപ്പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മുട്ട 1. ഞാൻ മുട്ടയും മൈദയും വെള്ളവും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മൈദ ആ വെള്ളവും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. ഇപ്പം മൈദ വെള്ളമൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ഒന്ന് കുഴയ്ക്കണം. ഇപ്പോൾ ബൗളിൽ നിന്ന് നമുക്ക് ഈ മാവ് മാറ്റാം. ഇനി നല്ലതുപോലെ കുഴയ്ക്കുക. നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുന്ന മെത്തേഡിലാണ് കുഴയ്ക്കേണ്ടത്. ഇപ്പോൾ വെള്ളം കുറച്ച് ഉള്ളതുപോലെ തോന്നും, പക്ഷേ പൊടി ചേർക്കരുത്. പൊടി ചേർക്കാതെ തന്നെ നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒട്ടും പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുഴച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അവിടെ നിന്നൊക്കെ ആ മാവെല്ലാം തൂത്തെടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ കുഴയ്ക്കുക. ഒരു 3-4 മിനിറ്റ് അങ്ങനെ കുഴയ്ക്കണം. അതിലേക്ക് ഞാൻ ബട്ടർ ചേർക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അത് പിന്നീട് ഉപയോഗിക്കാനാണ്. ബട്ടറും കൂടി ചേർത്തിട്ട് വീണ്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത മെത്തേഡിൽ കുഴയ്ക്കണം. ഒരു 3-4 മിനിറ്റ് നല്ല കുറച്ചൊന്ന് സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്ത ബൗളാണ്. അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം. ഇത് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ, 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് മാവ് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ബൗളിൽ നിന്ന് മാവ് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഞാൻ കുഴയ്ക്കാൻ പോവുകയാണ്. ഞാൻ മാറ്റി വെച്ചിരുന്ന 1/2 ടേബിൾ സ്പൂൺ ബട്ടറുണ്ട്. ആ ബട്ടർ ഞാൻ ഇപ്പോൾ ചേർക്കുകയാണ്. അത് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ കുഴയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മാവ് കുഴച്ചത് മതിയായോ എന്ന് അറിയാനായിട്ടുള്ള ടെസ്റ്റാണ്. കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ നല്ലതുപോലെ സ്ട്രെച്ച് ആവുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാവ് കുഴച്ചത് കറക്റ്റായെന്നാണ്. ഇനി ഇതിൽ കൂടുതൽ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ സെയിം ബൗളിൽ തന്നെ കുറച്ച് ബട്ടർ തേച്ചിട്ട് നമുക്ക് ഈ മാവ് എടുത്ത് ബൗളിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ടൊന്ന് ആ ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ വയ്ക്കണം. ഒന്ന് ഡബിൾ സൈസ് ആവുന്നവരെ പൊങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ബൗളിൽ നിന്ന് മാവ് പുറത്തേക്ക് എടുക്കാം. ഇനി നീളത്തിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നീളത്തിൽ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം മാവ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസിൽ 40 ഗ്രാമാണ് വേണ്ടത്. മാവെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഡോണറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒരു പീസ് എടുത്തിട്ട് നമുക്കിനി ഷേപ്പ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള മാവ് തുറന്ന് വയ്ക്കരുത്. അതൊന്നുമില്ലെങ്കിൽ നമ്മളത് ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നനഞ്ഞ ടർക്കി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. ഈ മാവ് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കുകയാണ് വേണ്ടത്. ഉള്ളിലോട്ട് മടക്കി അത് നല്ലൊരു സോഫ്റ്റ് ബോളാക്കി എടുക്കണം. ഒട്ടും ക്രാക്കൊന്നും വരാത്ത രീതിയിൽ വേണം ആ ബോൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ബോളായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ബോൾ എടുത്ത് വയ്ക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു കപ്പ്, അടിഭാഗം പരന്നൊരു കപ്പാണ്, അതും കൂടെ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അത് ഒരു നോസിൽ വെച്ചിട്ട് നടുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നോസിലും കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ഈ മാവ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി കവർ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതും കവർ ചെയ്ത് വെക്കണം. ഇത് കുറച്ച് നേരം പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവ് ഷേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ മാവൊക്കെ പൊങ്ങി വരും. ഇനി നനഞ്ഞ ടർക്കി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. തുറന്ന് വെക്കരുത്. കട്ട് ചെയ്ത് വെച്ച ഈ ഓരോ പീസ് മാവ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് 40 ഗ്രാം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതൊന്ന് വെയിറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള മാവ് കവർ ചെയ്ത് തന്നെ വെക്കണം. ഇനി ഇതും ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി നല്ലൊരു സോഫ്റ്റ് ബോളാക്കി എടുക്കണം. ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കിയ ശേഷം അപ്പോൾ തന്നെ നമ്മളത് ടർക്കി വെച്ച് കവർ ചെയ്ത് വെക്കണം. നമ്മൾ നോസിലും കൊണ്ട് കട്ട് ചെയ്തെടുത്ത മാവാണ്. അത് നമ്മൾ വീണ്ടും കുഴച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പരത്തി ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളിയാക്കി ഉരുട്ടിയിട്ട് നമുക്കത് വറുത്തെടുക്കാവുന്നതാണ്. നമ്മളെ മാവ് മുഴുവനും ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോണറ്റ്സ് ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ചെറിയ തീയിലാണ് എണ്ണ ചൂടാക്കുന്നത്. എണ്ണയിലേക്ക് ആദ്യം ഡോണറ്റ്സ് ഇട്ടിട്ട് പിന്നെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് കൈയും കൊണ്ട് എടുത്ത് ഡോണറ്റ്സ് എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ കയ്യിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈ മൈദയിലൊന്ന് മുക്കിയിട്ട് വേണം ഡോണറ്റ്സ് ആ ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു നിറം മാറിക്കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. 3-4 മിനിറ്റ് മതി രണ്ട് സൈഡിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ സൈഡിലും നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
എല്ലാ ഡോണറ്റ്സും വറുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചെറിയ ബോൾസ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര പൊടി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര പൊടി, സാധാരണ പഞ്ചസാര പൊടിച്ചാണ്. അതിലേക്ക് ഈ ഡോണറ്റ്സ് ഇട്ടിട്ട് ആ പഞ്ചസാര പൊടിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റ്സ്, ഷുഗർ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്.